ഹായ് പ്രിയമുള്ളവരെ, ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളിലും ആത്മഹത്യകൾ നടക്കുന്നത്. പിന്നീടത് കൊലപാതകമായി മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. ഇന്ന് ദൃശ്യശ്രവണ മാധ്യമങ്ങൾ വളരെയധികം സ്വാധീനം പൊതുസമൂഹത്തിൽ ചെലുത്തുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതു കോണിൽ എന്ത് സംഭവിച്ചാലും ഞൊടിയിടയിൽ അത് നമ്മളറിയാൻ, അതിൽ നിന്ന് പഠനം ഉൾക്കൊള്ളാൻ, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഈ മീഡിയാസ് വഴി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാനും നമുക്ക് സാധിക്കാറുണ്ട്. ഇപ്പോൾ ഉത്ര എന്ന പെൺകുട്ടി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? ആറ്റുനോറ്റുണ്ടായ മകളെ മറ്റൊരു കയ്യിൽ പിടിച്ചേൽപ്പിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന പ്രതീക്ഷ എന്തായിരിക്കും? അവരുടെ വികാരങ്ങൾ എന്തായിരിക്കും? ഇന്നലെ വരെ ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിയ, പ്രത്യേകിച്ചൊരു വൈകല്യം കൂടി ഉണ്ടെങ്കിൽ പറയാനുമില്ല, അങ്ങനെ നോക്കി വളർത്തിയ എൻ്റെ കുഞ്ഞിനെ ഞാൻ മറ്റൊരു കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എമ്പാടും സമ്പത്തും നൽകുന്നു, അപ്പോൾ ചോദിക്കുന്നതൊക്കെ നൽകുന്നു. എല്ലാ മാസവും നിശ്ചിത ഒരു ഓഹരി എൻ്റെ കുഞ്ഞു സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി മരുമകന് കൊടുക്കുന്നു. പിന്നീട് ആ മാതാപിതാക്കൾ കേട്ടതെന്താണ്? ആദ്യം ഒരു 5000 രൂപയ്ക്ക് വാങ്ങിയ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു. അപ്പം 5000 രൂപയ്ക്ക് വിഷം പോരാ. ആ 5000 രൂപ കൊടുത്ത് വാങ്ങിയ പാമ്പിനെ കൊണ്ട് ഉറങ്ങിക്കിടന്ന ഉത്രയെ പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിക്കുകയും പിന്നീട് മാതാപിതാക്കൾ അത് മനസ്സിലാക്കി. അതോ വളരെ തന്ത്രപൂർവമാണ് സൂരജ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം ആദ്യ തവണ ഉത്രയുടെ വീട്ടിൽ തന്നെയായിരുന്നു പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ, സമ്പത്തിനു വേണ്ടി ഉത്രയുടെ സഹോദരൻ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ലക്ഷക്കണക്കിന് രൂപ സമ്പത്തുള്ളത് കൊണ്ട് ചിലവഴിച്ച് അവളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നു ഉത്രയെ. ആ മുറിവ്, ആ ആഘാതത്തിൽ നിന്നും അവർ ഒന്ന് നേരെയായി വരുമ്പോഴേക്ക് അടുത്ത ആഘാതം. വീണ്ടും സൂരജ് 10000 രൂപ കൊടുത്ത് അടുത്ത ഉഗ്ര വിഷമുള്ള ഒരു പാമ്പിനെ വാങ്ങുന്നു. അതിനെ 2 ദിവസം കുപ്പിയിൽ പട്ടിണിക്കിട്ടിട്ട് ഉത്രയുടെ ദേഹത്തേക്ക് അതിനെ വിടുന്നു. അത് കൊത്തുന്നു. ഉത്ര മരിച്ചു എന്ന് സൂരജ് ഉറപ്പാക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 1, സമ്പത്തിനോടുള്ള ഭ്രമമാണ്. 2, വിവാഹമോചനം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ്, ഇല്ലാതാക്കിയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വിവാഹമോചനങ്ങൾ ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ലക്ഷണമായി നമ്മൾ കരുതണം. അതല്ലാതെ വിവാഹമോചനം നടന്നു, പെങ്ങള് വന്ന് വീട്ടിൽ നിൽക്കുന്നു, നാട്ടുകാരത് ചോദിക്കും, ഇത് ചോദിക്കും. അവൾ ഭർത്താവിൻ്റെ വീട്ടിലെ ഗ്യാസ് പൊട്ടി മരിക്കുന്നതിനേക്കാൾ, ഫാനിൽ കെട്ടിത്തൂങ്ങി ചാവുന്നതിനേക്കാൾ, ബാത്റൂമിൽ ടൈൽസിൽ തട്ടി വീണ് തലയിടിച്ചു ചാകുന്നതിനേക്കാൾ, പാമ്പുകടിയേറ്റു മരിക്കുന്നതിനേക്കാൾ, മാനസിക രോഗിയായി ഏതെങ്കിലും കറുത്ത കാരാഗ്രഹങ്ങളിൽ അടച്ചിടപ്പെടുന്നതിനേക്കാൾ എത്ര മെച്ചമാണ് അവൾ നമ്മുടെ വീട്ടിൽ വിധവയായി ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരം മരണങ്ങൾ, ഇത്തരം കൊലകൾ അവസാനിക്കും. വിവാഹമോചനം എന്തോ വലിയ ഒരു അപരാധമായി കരുതുമ്പോഴാണ് നമുക്കിതിലൊക്കെ വലിയ വിഷയങ്ങൾ തോന്നുന്നത്. ഒരു വിവാഹം കഴിച്ചു, അതിൽ പ്രശ്നങ്ങളുണ്ട്, ഒത്തുപോകാൻ കഴിയില്ല. ഒരു കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും മാനസിക വികാരങ്ങൾ, ശാരീരിക വികാരങ്ങൾ, സമ്മർദ്ദങ്ങൾ, പ്രശ്നങ്ങൾ, ആകുലതകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വേവലാതികൾ, ഉത്കണ്ഠകൾ, ആകാംക്ഷകൾ, ഇതെല്ലാം സ്വയം ഉള്ളിലൊതുക്കി നീറി ജീവിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് അതിൽ നിന്നൊഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും സന്തോഷമായി ജീവിക്കുന്നത്, സമാധാനമായി ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന 99.9% ആൾക്കാരും വിവാഹമോചനത്തെക്കുറിച്ച് 100 തവണ ചിന്തിച്ചവരാണ്. അതിനുവേണ്ടി ആലോചിക്കുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്തവരാണ്. സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, അതല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഒക്കെ
ഏറ്റുപറച്ചിലുകൾ, കുറ്റപ്പറച്ചിലുകൾ, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, അതൊക്കെയാണ് നമ്മളെ അത്തരം ഒരു ഉദ്യമത്തിൽ നിന്ന് തടയുന്നത്. ഒരു വിവാഹം കഴിച്ചു, പരസ്പരം യോജിപ്പില്ല, ഇവർ പരസ്പരം തല്ലുകൂടുന്നത്, നമ്മൾ തല്ലുകൂടുന്നത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അവരുടെ പഠനത്തെ, മാനസിക ശേഷിയെ, അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ കരിയറെ, അവരുടെ ഭാവിയെ ഒക്കെയും ഇത് സാരമായി ബാധിക്കുന്നു. മറിച്ച് സെപ്പറേറ്റ് ആയാൽ ഒരു കുഴപ്പവുമില്ല, ഒന്നുമല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭാഗമെങ്കിലും വളരെ ക്ലാരിറ്റിയോടുകൂടി ക്ലവറായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമതൊരു വിവാഹം കഴിച്ചു, അതിലും പ്രശ്നങ്ങളുണ്ട്, അവിടെയും ഗെറ്റ് ലോസ്റ്റ്, കഴിയണം. നമുക്ക് പോണെങ്കിൽ പോട്ടെ, കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ കുടുംബ കോടതികളിൽ ഏത് ജില്ലകളും എടുത്തോളൂ, വിവാഹമോചനത്തിനുള്ള അപേക്ഷകളുടെ നീണ്ട നിര തന്നെയുണ്ട്. നോക്കുമ്പോൾ കുട്ടികൾ 24 വയസ്സ്, 22 വയസ്സ്, 2-3 പ്രോഡക്റ്റുകൾ കൈകളിൽ കാണും. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത് വലിയ ഒരു വിഷയമാണ് നമ്മുടെ സമൂഹത്തിൽ. വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു നിയമം വന്നപ്പോൾ പെൺകുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകും എന്നു പറഞ്ഞ് വിവാഹപ്രായം നീട്ടുന്നതിനെ വിമർശിക്കുന്ന ഒരു പറ്റം ഇസ്ലാം മത സംഘടനാ നേതാക്കളെയും നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടവരാണ്. എന്താണ് അവർ ഈ സമൂഹത്തിൽ ലക്ഷ്യം വെക്കുന്നത്? സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ ഒരുപാടൊന്നും വരാറില്ല. ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അവർക്കാണെങ്കിൽ കോടതി മുഖേന മാത്രമേ ഡിവോഴ്സ് നേടാൻ കഴിയൂ. ഇനിയും ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട പുരുഷന് ഈസിയാണ് കാര്യങ്ങൾ, വളരെ ലളിതമായി അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഒരിക്കൽ മുത്തലാഖും ബഹുഭാര്യത്വവും തമ്മിലുള്ള ഒരു ചർച്ചാവേളയിൽ അബ്ദുള്ള അദ്ദേഹം ചാനലിൽ പറഞ്ഞു, ഇതൊരു എമർജൻസി എക്സിറ്റ് ആണ്. എമർജൻസി എക്സിറ്റോ? അതെ, എമർജൻസി എക്സിറ്റ് അദ്ദേഹമാണെന്ന് തോന്നുന്നു കേട്ടോ, എൻ്റെ കൂടെയാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ ഓർമ്മയാണ്. എമർജൻസി എക്സിറ്റ് ആണ്, ഫ്ലൈറ്റിൽ പോലും എമർജൻസി എക്സിറ്റ് ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്ന് ചാടിപ്പോകാൻ, അതാണത്രേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫ്ലൈറ്റിൽ ലേഡീസ് ഓൺലി എന്നോ ജെൻസ് ഓൺലി എന്നോ എഴുതി വെച്ചിട്ടുണ്ടോ? ആർക്കും ഈ അപകടത്തിൽ നിന്നും പുറത്തു വരാമല്ലോ, ആർക്കും രക്ഷപ്പെടാനുള്ള ഒരു കിളിവാതിലാണല്ലോ എമർജൻസി എക്സിറ്റ് എന്ന് ചോദിച്ച് ഞാനതിനെ ക്രോസ് ചെയ്യുകയും ചെയ്തു. പുരുഷന് ഒരു കാരണവും വേണ്ട, പെട്ടെന്ന് തലാഖ് എന്ന ലളിതമായ പദം പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന മീസാക്കൻ ഖലീല, ബലിഷ്ഠമായ കരാർ എന്ന് ഖുർആൻ പറഞ്ഞതിനെ വളരെ ലളിതമായിട്ടാണ് നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ചില ഇറങ്ങിപ്പോരലുകൾ അനിവാര്യമാണ് പല സന്ദർഭങ്ങളിലും. പുഞ്ചിരിയോടുകൂടി വിവാഹമോചനം ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാനും മാനസിക സമ്മർദ്ദങ്ങളോടുകൂടി ജീവിക്കാനും നമ്മൾ തയ്യാറാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പവിത്രമെന്നു കരുതുന്ന പല സന്ദർഭങ്ങളിലും അവിടെയൊന്നും നമ്മൾ ഒന്നുമല്ലാതായി തീരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോരൽ അനിവാര്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്ക് ചില സൂചനകൾ ലഭിക്കും. നമുക്ക് ഒത്തുപോകാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ പരസ്പരം സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ, ആലോചിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ വിഷയങ്ങൾ ഇല്ലാതാകുമ്പോൾ, സമയങ്ങൾ ഇല്ലാതാകുമ്പോൾ, അകലം പരസ്പരം കൂടുന്നു എന്ന് തോന്നുമ്പോൾ, അതൃപ്തികൾ നമുക്കിടയിൽ വല്ലാതെ പടരുമ്പോൾ, ഒരുപാട് അനിഷ്ടങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എമ്പാടും നിരന്തരം ഉടലെടുക്കുമ്പോൾ വളരെ സൗമ്യമായി, വളരെ ആലോചനയോടുകൂടി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം. ആരും ജീവിതത്തിൽ അനിവാര്യരല്ല, ഒന്നും അനിവാര്യവുമല്ല. ചില സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഊഷ്മളമായ യാത്ര പറച്ചിലുകൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അനിവാര്യമായി വരും, നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താൻ, നമ്മുടെ മക്കളുടെ ഭാവി രക്ഷപ്പെടുത്താൻ, നമുക്ക് ജീവിക്കാൻ. പലപ്പോഴും കലുഷിതമായ മനസ്സിന് അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും.
ഓരോരുത്തരെയും കാത്തിരിക്കുന്ന പലതുമുണ്ട് ചുറ്റിനും. നാം മറന്നുപോയത്, കളഞ്ഞുപോയ സൗഹൃദങ്ങൾ, നഷ്ടപ്പെട്ടു പോയ രക്തബന്ധങ്ങൾ, അങ്ങനെ പുലർക്കാലങ്ങളിൽ നമ്മൾ കേട്ട കിളികളുടെ കൊഞ്ചലുകൾ, വെള്ളമൊഴുക്കിൻ്റെ കളകളാരവങ്ങൾ, അതൊക്കെ ഒരു വിവാഹത്തോടുകൂടി മറന്നുപോയവരുണ്ട്. സൂര്യൻ്റെ ആഘാതമുള്ള ചൂടും വളരെ മൈൽഡായിട്ടുള്ള ചൂടുമൊക്കെ നമ്മൾ വേർതിരിഞ്ഞറിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ പരിചിതരായ ആൾക്കാരെ പരസ്പരം കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കാതെ, ഒരു വാക്കു പറയാതെ അങ്ങനെ മനസ്സ് വല്ലാത്ത കലുഷിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെടലായിരിക്കും ഒരു ബൈ പറച്ചിൽ. കാരണം നമ്മൾ നിലാവും നിറവും നിലാവും പരസ്പരം മനസ്സിലാക്കിയിരുന്ന, അത് ആസ്വദിച്ചിരുന്ന ഒരു കാലത്ത് നിന്നാണ് നമ്മളുടെ ഈ സങ്കീർണമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. ആ സമയത്ത് പലപ്പോഴും നമ്മൾ പലതും മറന്നു. ആദ്യം വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇയാളെ കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ, നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ താമസിച്ചു പോയോ, അത് ആദ്യത്തെ ചക്രവർത്തമാനങ്ങൾ മാത്രമാണ്. ക്രമേണ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് ഇരുവരും പരസ്പരം സംസാരിക്കുന്ന തലങ്ങളിലേക്ക് എത്തിയാൽ പരസ്പരം പിരിഞ്ഞു പോകൽ അനിവാര്യമാണ്. കാരണം മറ്റാർക്കെങ്കിലും വേണ്ടിയുള്ളതല്ല കുടുംബജീവിതം, നമുക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരും അവരവരുടെ സ്വന്തം സന്തോഷങ്ങൾക്കായി, ഇഷ്ടങ്ങൾക്കായി, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി സമയം കണ്ടെത്തേണ്ടതുണ്ട്. കടമകളുടെയും കടപ്പാടുകളുടെയും കെട്ടുപാടുകളില്ലാതെ നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരു ജീവിതം നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സിവിൽ കോൺട്രാക്റ്റാണ്. എന്നാൽ അവർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്താൽ അവർ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം നമ്മൾ സ്വയം വിചാരണയ്ക്ക് തയ്യാറാകണം. അതാണ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. അപ്പോൾ ഖുർആനിൽ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഖുർആനിലേക്ക് പോകാം. നമുക്ക് ഖുർആൻ ആപ്ലിക്കേഷനിലേക്കാണ് പോകാനുള്ളത്. നമ്മൾ ഖുർആൻ ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞു. നമുക്ക് ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായം നോക്കാനുണ്ട്. ആ അധ്യായത്തിനായി നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 4-ാമത്തെ അധ്യായം, സ്ത്രീകൾ എന്ന അധ്യായം, നിസാ എന്ന പേരുള്ള അധ്യായമാണ് വേണ്ടത്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിലിനി 3-ാമത്തെ വാചകമാണ് നമുക്ക് വേണ്ടത്. വിവാഹത്തെക്കുറിച്ചിട്ട് എന്താണ്, വിവാഹമോചനത്തെക്കുറിച്ച് എന്താണ് ഖുർആൻ പറഞ്ഞത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. 3 നോയിക്കോളൂ. വ ഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമാ ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വ സുലാസ വ റുബാഅ. നോക്കാം. അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്കു നീതി പാലിക്കാനാവില്ലെന്നു നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്നു നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ നിങ്ങൾ അതിരുവിട്ട് പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ബ്രാക്കറ്റുള്ളത് ഞാൻ വായിച്ചിട്ടില്ല. അതായത് വിവാഹം കഴിക്കുക എന്നുണ്ട്, പിന്നെ ഭാര്യയെ പോലെ സ്വീകരിക്കുക എന്നുമുണ്ട്. അതൊക്കെ ഇൻ്റർപ്രട്ടേഷനാണ്. നോക്കൂ, അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, കാരണം അനാഥകൾക്ക് ആരുമില്ലല്ലോ, ഉമ്മയുമില്ല വാപ്പയുമില്ല, അപ്പോൾ അവരോട് നീതിയുക്തം നമ്മൾ പെരുമാറേണ്ടതുണ്ടല്ലോ. നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മാത്രം ആദ്യമുള്ള ആവേശത്തിന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ നീതിയൊക്കെ പുലർത്തിക്കൊള്ളാം, ഞാനെല്ലാം നല്ലതുപോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയും. പിന്നീടാണ് നീതി പാലിക്കാനാവില്ല. ഏതൊരു കാര്യവും ചെയ്തു തുടങ്ങുമ്പോഴല്ലേ നമുക്ക് പറ്റുമോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആദ്യത്തെ ആവേശം പിന്നീട് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇനി മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക. ഇങ്ങനെ ഒരു നിയമം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിൻ്റെ മതമാകുന്ന ഖുർആനിൻ്റെ ഉപദേശമാണിത്. ഖുർആനിൻ്റെ
കൽപ്പനയാണിത്, ഖുർആനിൻ്റെ ശക്തിയുക്തമായ നിർദ്ദേശമാണിത്. ഇങ്ങനെ ഒരു നിയമം ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അയാൾക്ക് ആദ്യത്തെ വിവാഹത്തെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ? ആദ്യത്തെ ഭാര്യയെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു, അതിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ? അവരെ നിലനിർത്തിക്കൊണ്ടു തന്നെ ഇവർക്ക് ഈ 2, 3, 4 ഭാര്യമാരെ സ്വീകരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള അവകാശങ്ങളും ഖുർആൻ വകവെച്ചു കൊടുക്കുമ്പോൾ എന്തിനാണ് ഒന്നൊഴിവാക്കി മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരിക? എന്നാൽ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതാണോ അവസ്ഥ? ഇനിയും അടുത്ത് നോക്കിക്കോളൂ. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്നു നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ കെട്ടി നോക്കിയാലല്ലേ നീതിയുടെ കാര്യം വരുന്നുള്ളൂ. അവളിൽ ഒരാളെ മാത്രം വിവാഹം കഴിച്ചാൽ മതി, അവർക്കിടയിൽ നീതി പുലർത്താൻ നിനക്ക് പറ്റത്തില്ലെന്ന് നിനക്ക് തോന്നിയാൽ. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളെ, ബ്രാക്കറ്റിൽ ഭാര്യയെ പോലെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടുന്ന കാര്യമില്ല അവരെ ഭോഗിക്കാൻ, അവരുമായി വേഴ്ച നടത്താൻ. അടിമ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ജോലി തന്നെ ഉടമകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ശാരീരികമായി. പിന്നെ അവിടെ ഒരു വിവാഹം വരുന്നതേയില്ല. ഇതിനെ ഒന്ന് വ്യാഖ്യാനിച്ചു വളയ്ക്കാനാണ് എല്ലാ ഖുർആൻ പരിഭാഷകളിലും, ഏതാണ്ട് 99% പരിഭാഷകളിലും നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റ് കാണാം. ഈ ബ്രാക്കറ്റ് ഒരർത്ഥത്തിൽ പെയിൻറ്റഡിയാണ്. കാരണം ഓൾറെഡി ഇതേതാണ്ട് കലങ്ങി മറിഞ്ഞതാണ്. ആ കലക്ക വെള്ളത്തിൽ ഒന്നുകൂടി പെയിൻ്റ് അടിക്കാൻ ശ്രമിച്ച് അതിനെ ഒന്ന് വക്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ നിങ്ങൾ അതിര് വിട്ട് പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായത്. അതായത് മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്ത്രീകളെ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ മറുകണ്ടം ചാടും. അയാൾ മതിൽ ചാടി അടുത്ത വീട്ടിലെ കാക്കാൻ്റെ പെണ്ണുമ്പിള്ളയെ നോക്കും, അടിച്ചുകൊണ്ട് പോകും. അതല്ലെങ്കിൽ രഹസ്യമായിട്ട് പവർ കട്ടുള്ള സമയത്തിൽ പരസ്പരം കാണാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? അടിമ സ്ത്രീകളെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഈ 2, 3, 4 കെട്ടിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. ഇതാണ് നമ്മുടെ കാരുണ്യത്തിൻ്റെ മതം. പുരുഷപക്ഷപാതിയായ പടച്ച റബ്ബ് പുരുഷന്മാർക്കു നൽകുന്ന ഒരു സൗജന്യമായിട്ടുള്ള ഒരു റേഷനാണ് ഇത്. ഇനി ഇത് ഇവരുടെ ഈ 4 വരുമ്പോൾ ഇതൊരു പെയിൻറ്റഡിയാണ്. അതായത് സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യങ്ങൾ മനസംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകുക. ഇനി അതിൽ നിന്നു വല്ലതും സന്മനസ്സോടെ അവർ വിട്ടുതരുന്ന പക്ഷം നിങ്ങളത് സന്തോഷപൂർവ്വം സുഖമായി ഭക്ഷിച്ചുകൊള്ളുക. ഇവിടെ വിവാഹമൂല്യം എന്ന ഒരു പദം ഇല്ല. വിവാഹമൂല്യം എന്ന പദം ഇവിടെ ഇല്ല. നിങ്ങൾ നോക്കൂ, മഹർ എന്ന പദമാണ് പൊതുവിൽ മുസ്ലിങ്ങൾ വിവാഹമൂല്യം എന്നുപയോഗിച്ച് വരുന്നത്. ആ പദം ഈ വാചകത്തിൽ നമുക്ക് കാണാനേ സാധിക്കില്ല. കണ്ടില്ലേ, ഇവിടെ മഹർ എന്ന അർത്ഥത്തിൽ ഇവിടെ ഒരു പദമേ ഇല്ല. പിന്നെ ഇവർ ഒന്ന് കുളിപ്പിച്ച് കിടത്താനാണ് വിവാഹമൂല്യം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യങ്ങൾ അല്ല, അവരുടെ കൂലികൾ മനസംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകുക. ഇനി അതിൽ നിന്ന് വല്ലതും സന്മനസ്സോടെ, അതായത് ഒരു സ്ത്രീയുമായി വേഴ്ച നടത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവർക്കൊരു കൂലി നിങ്ങൾ കൊടുക്കണം, ചെയ്യുന്ന ജോലിക്കുള്ള കൂലി. ഇനി അവരെന്തെങ്കിലും നിങ്ങളോട് സന്മനസ്സോടെ വിട്ടു തന്നാൽ ഓക്കെയാണ്. അത് പറയേണ്ടതിന് പകരമാണ് പടച്ചിറബ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിനുള്ള മാർഗമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ വിവേകമില്ലാത്തവർക്ക് കൈവിട്ടു കൊടുക്കരുത്. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ അവർക്ക് ഉപജീവനവും വസ്ത്രവും നൽകുകയും അവരോട് മര്യാദയുള്ള വാക്കു പറയുകയും ചെയ്യുക. ഇതേത് കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. സ്ത്രീകൾക്ക് ഉപജീവനവും വസ്ത്രവും പുരുഷനിൽ നിന്നും മാത്രം സ്വീകരിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ചിത്രമാകപ്പാടെ മാറിയിട്ടുണ്ട്. ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നു, അവർ പണമുണ്ടാക്കുന്നു. ഇനിയും നമ്മൾ പറഞ്ഞ വാചകത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അത് 34 അധ്യായം 4 തന്നെയാണ്. അതിൽ 34 നോക്കാം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ
നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അല്ലാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചതുകൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അല്ലാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേടു കാണിക്കുമെന്നു നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക. കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക. അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. പടച്ചോൻ ഉന്നതനും മഹാനും ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പടച്ചോൻ ഉന്നതനാണ്, മഹാനാണ്. ഇതെന്താ പറഞ്ഞത് ഇവിടെ? പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാകുന്നു. ഏത് കാലഘട്ടത്തിൽ പറഞ്ഞതാണെന്ന് ഓർക്കണം. ഇത് ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിൽ ഈ ഖുർആൻ വാചകം എടുത്തിട്ട് സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് വ്യക്തിത്വമുള്ള സ്ത്രീകളെ നിയന്ത്രിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വിവരം വീട്ടിലറിയും. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അല്ലാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും ഇത് പടച്ചോൻ പുരുഷനാണ് കൂടുതൽ കായിക ബലം നൽകിയിരിക്കുന്നത്, അവനാണ് കൂടുതൽ ശക്തി എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ മെൻ്റൽ പവറിനെ ഇല്ലാതാക്കാനാണ് ഇന്ന് വരെയുള്ള പുരുഷാധിപത്യ സമൂഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതറിയണമെങ്കിൽ റെസ്ലിംഗ് താരങ്ങളായ സ്ത്രീകളുണ്ട്. എത്ര പുരുഷനെ വേണമെങ്കിലും അടിച്ച് തള്ളിയിടാൻ കഴിവുള്ള റോണ്ട റൗസിമാരും ബെക്കി ലിഞ്ചുമാരും ഇന്നും നമ്മുടെ ലോകത്തു തന്നെ ജീവിക്കുന്നുണ്ട്. അതറിയണം. അവരെയൊക്കെ നിയന്ത്രിക്കാൻ വിവരങ്ങൾ അറിയും. അപ്പോൾ പുരുഷൻ അവരുടെ ധനം ചിലവഴിച്ചതുകൊണ്ടാണത്രേ പുരുഷൻ അല്ലാഹു കൂടുതൽ കഴിവ് നൽകിയത്. ഇത് ഇന്ന് സ്ത്രീകളുടെ സമ്പത്തല്ലേ പുരുഷന്മാർ അധികമായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് വിലപേശി സ്ത്രീധനമെന്നും പറഞ്ഞൊന്ന് വാങ്ങുന്നു. പിന്നെ ജോലിയുള്ള സ്ത്രീകൾ അവർ പണം അധ്വാനിച്ചുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അടിമകളെ പോലെ ജീവിക്കുന്ന സ്ത്രീകൾ, എന്നെ നിയന്ത്രിച്ചോളൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും. എല്ലാവരും അത്തരക്കാരല്ല. ഇനി അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും, സ്ത്രീകൾക്കു മാത്രമേ ഈ വിധേയത്വമുള്ളൂ, അനുസരിക്കേണ്ടതുള്ളൂ. പുരുഷൻ തോന്നിയതുപോലെ പ്രവർത്തിക്കാം. കാരണം അവൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിൽ തന്നെയാണ്. സ്ത്രീയുടേത് മാത്രമാണ് പുരുഷൻ്റെ കയ്യിലുള്ളത് എന്നുകൂടി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇനി പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവസരം കിട്ടിയാൽ, തൊഴിലുറപ്പുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നോവയും കുലുക്കാം, മുട്ടിലെഴയാം, ഒരു കുഴപ്പവുമില്ല. മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് തൊട്ടുപ്പ് നോക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞിട്ടില്ല സ്ത്രീകളുടെ അഭാവത്തിൽ നിങ്ങളുടെ സൂക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കണമെന്ന് പുരുഷനോടല്ലല്ലോ പറഞ്ഞത്, സ്ത്രീകളോടല്ലേ. അതാണ് പടച്ചോൻ എപ്പോഴും പുരുഷന്മാരോട് ഒരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രക്ഷിതാവ് നിങ്ങൾക്ക് എവിടെ കിട്ടും ഇങ്ങനൊരു പടച്ചോനെ? എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ, അനുസരണക്കേട് കാണിച്ചെന്നല്ല ഇവിടെ പറയുന്നത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയണം. ഇവൾ നിങ്ങളെ ധിക്കരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങളങ്ങനെ ആശങ്ക നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഉപദേശിക്കണം. ഇങ്ങനത്തെ ഒരാശങ്ക പെണ്ണിൻ്റെ മനസ്സിൽ വന്നാലോ പടച്ചോനെ, പെണ്ണിന് പുരുഷനെ ഉപദേശിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി പെണ്ണിന് മറ്റാരെങ്കിലും കൊണ്ട് തൻ്റെ പുരുഷനെ ഉപദേശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെ ഉപദേശിക്കുക. കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക. പെണ്ണിനല്ലേ പോയുള്ളൂ പടച്ചോനെ. കാരണം ഇയാൾക്ക് 1, 2, 3, 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് എമ്പാടുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പെണ്ണിൻ്റെ കിടപ്പറ വിട്ടുനിന്നാൽ പുരുഷൻ എന്ത് പാഠം പഠിക്കാൻ പോകുന്നു? ഇത് പെണ്ണിനെ പാഠം പഠിപ്പിക്കാനുള്ള പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ലീഡറായ പടച്ചോൻ്റെ സമീപനമാണ്, പടച്ച റബ്ബിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ പെണ്ണിനെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തുകയാണ് പടച്ചോനിവിടെ. അപ്പോൾ അതായത് ഇയാളുടെ കൂടെ വേറെ 3 പേര് കൂടിയുണ്ട് ഭാര്യമാരായിട്ട്.
അപ്പോൾ അവളുമാരുടെ കൂടെ ഉല്ലസിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഇവള് കരിഞ്ഞുണങ്ങിക്കോളുമല്ലോ. ഭക്ഷണവും കഴിക്കാതെ തലയണയോട് വർത്തമാനം പറഞ്ഞ് തലയണ കണ്ണുനീരിൽ കുതിർത്തി മക്കളുമുണ്ടാകും കൂടെ. ഇതും പൊട്ടിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോയാൽ അവിടെയും ശകാരങ്ങൾ മാത്രമായിരിക്കും ലഭിക്കുക. പുരുഷനല്ലേ ചെളി കാണുന്നിടത്ത് ചവിട്ടും, വെള്ളം കാണുന്നിടത്ത് കഴുകും, പുരുഷനല്ലേ, പുരുഷൻ അങ്ങനെയാണ്, പുരുഷനല്ലേ, പുരുഷൻ ഇങ്ങനെയാണ്. എല്ലാ അരുതായ്മകളും പെണ്ണിനു മാത്രമാണ്. അതാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ടാണ് വിവാഹമോചനങ്ങളുടെ നിരക്ക് കുറയുകയും ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും മാനസിക രോഗികളുടെയും അളവുകൾ ഗണ്യമായി വർദ്ധിക്കുകയും അനാഥാലയങ്ങൾ പെറ്റുപെരുകി വളർന്നു വരികയും ചെയ്യുന്നത്. വൃദ്ധസദനങ്ങൾ എമ്പാടുമുണ്ടാകുന്നത് ഇതുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവരെ അടിക്കുകയും ചെയ്യുക. ഇനിയും കിടപ്പറയിൽ നിന്ന് വിട്ടുനിന്നു, ഉപദേശിച്ചു, ഇതുകൊണ്ടൊന്നും ഇവൾ പാഠം പഠിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ടമാർ പഠാർ പൊട്ടിച്ചോ. ഇത് പറയുന്നത് പടച്ച റബ്ബാണ്. ഇത് ഞാനായിട്ടൊരർത്ഥവും നൽകിയിട്ടില്ല, ഞാനായിട്ടൊരു വ്യാഖ്യാനവും നൽകിയിട്ടില്ല. ഇതിനകത്തുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഈ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഇത്രയുമായി കഴിയുമ്പോൾ തന്നെ ഈ പെണ്ണ് ഏതാണ്ട് എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടാകും. മാനസികമായിട്ട് അവൾ തളർന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷേ ഇത്രയാകുമ്പോഴേക്ക് ഏതാണ്ട് അവളങ്ങ് അനുസരിച്ചോളും. പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തരണ്ട. അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞു. ഇവിടെ അവളെ വിട്ടു നിന്ന് കഴിഞ്ഞു. മറ്റവരുമായിട്ട് സല്ലപിച്ച് ഇവളെ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഉപദേശം? മര്യാദയ്ക്ക് ഞാൻ പറയണത് കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ടില്ലെങ്കിൽ ശേഷിക്കുന്ന കാലം നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇതൊക്കെയാണ് ഉപദേശം. അപ്പോൾ ഈ ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവൾ അനുസരിക്കില്ല എന്ന് പറയുന്നത് എന്താർത്ഥത്തിൽ? ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ ഏതാണ്ട് പെണ്ണ് അനുസരിച്ചിട്ടുണ്ടാകും. എന്നെ പോലുള്ള പെണ്ണാണെങ്കിൽ പോടാന്ന് പറയും, അത് വേറെ. അപ്പോൾ മറ്റ് പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? മക്കൾ, ഭാവി, മക്കളുടെ ജീവിതം, സമൂഹം, കുടുംബം, കൂട്ടുകാർ, മറ്റുള്ളവരുടെ അംഗീകാരം, ഇതൊക്കെ വേണമെന്നാഗ്രഹിക്കുന്നവർ അടിമയെപ്പോലെ ജീവിക്കും. ആഢ്യത്വമുള്ള പെണ്ണ്, യുക്തിബോധമുള്ള പെണ്ണ്, വ്യക്തിത്വമുള്ള പെണ്ണ് പോടാന്ന് പറയും. ഞാൻ ജോലി ചെയ്ത് എൻ്റെ മക്കളെ വളർത്തിക്കൊള്ളാം പോടാന്ന് പറയും. മറിച്ച് അടിയും കൊണ്ട് മറ്റവളുമായിട്ട് സല്ലപിക്കുന്നത് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവളുമായിട്ട് വിട്ടുനിന്ന് എല്ലാം ചെയ്ത് ഇവളെ 4 വഴക്കും പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവൾ അനുസരിക്കുവാണെങ്കിൽ ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പഠിച്ചോൻ്റെ നിർദ്ദേശമാണേ. ഇനിയൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത്രയാകുമ്പോൾ തന്നെ അവൾ ഏതാണ്ട് അനുസരിക്കുന്ന പഠിച്ചോനറിയാം. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. ഈ തേങ്ങ ഇവിടെ ഇടണം ഈ പുട്ടിന്. കാരണം പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ പഠിച്ചോനെ ഞങ്ങൾ മറന്നുപോകും ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു ഉന്നതനും മഹാനുമാണേ. പെണ്ണിനെ അടിക്കാനും കിടപ്പറയിൽ നിന്ന് വിട്ടുനിൽക്കാനും അവളെ ഉപദേശിക്കാനും അവൾക്കാണ് തെറ്റ് സംഭവിക്കുന്നത് എന്ന് പ്രീ പ്ലാൻ ചെയ്ത് പറയാനും സാധിക്കുന്ന ഒരു രക്ഷിതാവ് ഉന്നതനും മഹാനുമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കടലാസുകളിൽ സംയുക്തമായി ഒപ്പുകൾ പതിയട്ടെ. എന്നാൽ നമുക്ക് മലഞ്ചെരുവിലൂടെ ഇറങ്ങി വരുന്ന വെള്ളത്തിൻ്റെ ചെറുചൂട് ആസ്വദിക്കാൻ സാധിക്കും. പക്ഷികളുടെ ശബ്ദങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റുമുള്ള പലതിനെയും കാണാൻ മറന്നു പോയവയെ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. ചെറിയ ചാറ്റൽ മഴയിലൂടെ നമുക്ക് പതിയെ ഒന്ന് നടക്കാൻ സാധിക്കും, മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ. നല്ല മഴയിൽ കളിവള്ളങ്ങൾ ഉണ്ടാക്കി കുട്ടികൾ ആസ്വദിക്കുന്നത് കണ്ട് നമുക്കും അതിലൊരു സന്തോഷം സാധിക്കും. അതുകൊണ്ട് കടലാസുകളിൽ ഒപ്പുകൾ പതിയണം. പരപ്രേരണ കൂടാതെ തന്നെ സ്വന്തം ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി മനസ്സിലാക്കലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി എന്ന് പറയാൻ നമുക്ക് കഴിയണം. മക്കൾക്ക് നമ്മളുടെ താല്പര്യം പോലെ, അവരുടെ താല്പര്യം പോലെ മാറി മാറി നിൽക്കട്ടെ. അവരുടെ സന്തോഷങ്ങൾ അങ്ങനെ അവർ കണ്ടെത്തട്ടെ. ഇരുകൂട്ടരും മക്കളുടെ ഭാവിയെക്കുറിച്ച് ലേശമൊന്ന് ചിന്തിച്ചാൽ മതിയാകും. അവരും ഈ ഭൂമിയിൽ നല്ല പറവകളെ പോലെ വളരും, സന്തുഷ്ടരായി സന്തോഷത്തോടു കൂടി. വെറുതെ സംശയിച്ചും കാവൽ നിന്നും ചാരപ്പണി നടത്തിയും വഴക്കിട്ടും പരസ്പരം ഉപദ്രവിച്ചും കലഹിച്ചും എന്തിനാണ് സമയം കളയുന്നത്? ഇത് നമ്മളുടെ മാനസിക സംഘർഷാവസ്ഥയെ വർദ്ധിപ്പിക്കുകയുള്ളൂ. പരസ്പരമുള്ള വിശ്വാസം തകർന്നാൽ തുടർന്ന് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എവിടെയാണ് ഒപ്പിടേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് എനിക്കൊന്ന് പിന്മാറാൻ,
എനിക്കൊന്ന് ഫ്രീ ആകാൻ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കാൻ ചുറ്റിനും ഒരുപാട് ആളുകളും ആരവങ്ങളും ഒന്നും വേണ്ട, ഒരുപാട് പണവും വേണ്ട. ഒരല്പം മനസ്സമാധാനം, ഒരല്പം സന്തോഷം, നമ്മുടെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ ഒരിടം, അതൊക്കെ തന്നെ മതിയാകും. ഒരു കൗൺസിലിങ്ങും എല്ലാ സാഹചര്യത്തിലും അനിവാര്യമാണ് എന്ന് ഞാൻ പറയില്ല. എന്നാൽ കൗൺസിലിംഗ് വേണ്ട എന്നും ഞാൻ പറയില്ല. വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ, നമ്മുടെ ഏകാന്തതകളിലേക്ക് മറ്റാരും ഇറങ്ങി വരാതിരിക്കാൻ, അതിന് കരുത്ത് നമ്മൾ തന്നെ പകരാൻ സന്തോഷത്തോടുകൂടി നമുക്ക് സാധിക്കണം ബൈ പറയാൻ. അപ്പോൾ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു മര്യാദഘട്ട ഒരു സംഭവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൻ്റെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ആധുനിക സമൂഹത്തിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ജീവിതത്തിലെ ഇറങ്ങിപ്പോകലുകൾ അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ നമ്മളത് ചെയ്യണം. ചിലപ്പോൾ ആൾക്കാർ പറയും, അവൾ വിവാഹമോചനം നേടിയവളാണ്, പറഞ്ഞോട്ടെ. മറ്റുള്ളവർക്ക് ആറ്റടിക്കുന്നിടത്തെല്ലാം വേലി കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറയുന്നവരങ്ങ് പറഞ്ഞോട്ടെ. നമ്മുടെ മാനസിക സന്തോഷം, സമാധാനം, സംഘർഷം, ഇതൊക്കെ ഈ ലോകത്തിൽ എല്ലാരേക്കാൾ ഏറ്റവും പ്രധാനം നമുക്ക് മാത്രമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണ് വലിയ പ്രശ്നങ്ങൾ. മറ്റുള്ള ഒരാൾക്കും ഇത് വലിയ പ്രശ്നമായിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് പുരോഗമന സമൂഹത്തിൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കട്ടെ, ആത്മഹത്യകൾ ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.